അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ അയൽവാസികൾ നമ്മുടെ സ്വർഗീയ പാതയാണ്. നമ്മുടെ അയൽവാസികളുമായി നമുക്കുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യവചനങ്ങളിലൂടെയും നമ്മുടെ അയൽപക്ക ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അയൽവാസികളോട് പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളെക്കുറിച്ചും അള്ളാഹുവും റസൂലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആധുനികതയുടെ പ്രസരിപ്പിൽ ദീനീബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അയൽവാസി എന്നത് വെറുമൊരു അലങ്കാര പദം മാത്രമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ അയലത്ത് താമസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു അയൽവാസിയായി മാറുകയില്ല. മറിച്ച് പരസ്പരം ചെയ്തു കൊടുക്കേണ്ട കടമകളും കടപ്പാടുകളും ചെയ്യുമ്പോൾ മാത്രമേ ഒരാൾ യഥാർത്ഥ അയൽവാസിയാവുകയുള്ളൂ. നിന്റെ അയൽവാസി അമുസ്ലിം ആണെങ്കിൽ പോലും അവനെ നീ ബഹുമാനിക്കുക എന്ന തിരുനബിയുടെ പ്രഖ്യാപനം ഇസ്ലാമിലെ അയൽപക്ക ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നതാണ്. അവരാണ് നിന്റെ സ്വർഗവും നരകവും. തൻ്റെ അയൽവാസിയോടുള്ള കടപ്പാടുകൾ നിറവേറ്റുകയും അവരോടുള്ള തൻ്റെ ബാധ്യതകൾ നിറവേറ്റുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ സുഖലോല സ്വർഗം അവന് ലഭിക്കുന്നതാണ്. ഇനി അവരെ ബുദ്ധിമുട്ടാക്കുകയും അനീതി കാണിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ പരീക്ഷണാഗ്നിയായ നരകം ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് ഒരു സ്ത്രീയെപ്പറ്റി ഒരിക്കൽ ചോദിക്കപ്പെട്ടു. രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയും പകലിൽ നോമ്പനുഷ്ഠിക്കുകയും സ്വതക്ക ചെയ്യുകയും മറ്റു നന്മകളെല്ലാം വർദ്ധിപ്പിക്കും എന്നതോടൊപ്പം എൻ്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും എന്നതായിരുന്നു ആ സ്ത്രീയുടെ പ്രത്യേകത. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അവളിൽ യാതൊരു നന്മയും ഇല്ല, അവൾ നരകാവകാശിയാണ് എന്നായിരുന്നു. നമ്മുടെ മുൻഗാമികളെല്ലാം ഈ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളായിരുന്നു. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലൊരിക്കൽ എലിയുടെ ശല്യം രൂക്ഷമായിട്ടുണ്ടായി. അങ്ങനെ അത് സഹിക്കാനാവാത്ത അവസ്ഥയായപ്പോൾ ജനങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു, തങ്ങൾക്ക് ഒരു പൂച്ചയെ വളർത്തിക്കൂടെ എന്ന്. പക്ഷെ തനിക്കാവുന്ന ഉപകാരത്തെപ്പറ്റി മാത്രം ചിന്തിക്കാത്ത അദ്ദേഹത്തിൻ്റെ മറുപടി വളരെയേറെ അത്ഭുതം ഉള്ളതായിരുന്നു. ഞാൻ പൂച്ചയെ വളർത്തിയാൽ എൻ്റെ വീട്ടിലെ എലികളെല്ലാം തൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് പോവും, അപ്പോൾ അതവർക്കൊരു ബുദ്ധിമുട്ടാവും എന്നായിരുന്നു മഹാനവറുകളുടെ മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, നിന്റെ അയൽവാസിയുടെ വീട്ടിലെ പട്ടിയെ കല്ലെടുത്തെറിയുന്നത് നിന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടാക്കുന്നതിന് സമമാണ്. നിന്റെ അയൽവാസിയെ നീ ചെറുതായിട്ട് പോലും അവരെ നോവിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ നമ്മെ ഉപദേശിക്കുന്നത്. അയൽവാസികൾ തമ്മിലുള്ള പേരുകളും കുഴപ്പങ്ങളും നിത്യസംഭവങ്ങളായി കൊണ്ടിരിക്കുന്ന ഈ കാലത്തിലാണ് ഈ പ്രവാചക അധ്യാപനങ്ങൾക്ക് വളരെയേറെ സ്വീകാര്യത കൽപ്പിക്കപ്പെടുന്നത്. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന തിരുനബിയുടെ പ്രഖ്യാപനം യുഗങ്ങൾക്കിപ്പുറവും പൂർണ്ണ ശോഭയോടെ നിലനിൽക്കുന്നു. കാരണം അയൽവാസിയോടുള്ള കടമകൾ വ്യക്തമാക്കുന്ന ഈ വിഷയത്തിൽ ഇത്രയും നല്ലൊരു പ്രഖ്യാപനം നടത്തുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ വേറൊരാൾക്കും സാധിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരം അയൽപക്ക ബന്ധത്തെപ്പറ്റി ഉപദേശിക്കുമായിരുന്നു. എത്രത്തോളം എന്നാൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അനന്തര സ്വത്തിന് അവകാശിയായി പോവുമോ എന്ന് തോന്നിപ്പോവും വരെ ജിബ്രീൽ അലൈഹിസ്സലാം അയൽവാസിയുടെ വിഷയത്തിൽ തന്നെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. അയൽവാസികൾ പരസ്പരം തങ്ങളുടെ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും മറന്ന് ശത്രുക്കളും പ്രതിയോഗികളും എതിരാളികളുമായി തീരുന്ന ഈ ലോകത്തിൻ്റെ കാഴ്ചകൾ വളരെയേറെ ദയനീയമാണ്. ഈ സാഹചര്യത്തിൽ അയൽവാസികൾ പരസ്പരം ചെയ്തു വീട്ടേണ്ട ബാധ്യതകളെപ്പറ്റി ബോധവാന്മാരാവുക എന്നത് വളരെയേറെ അനിവാര്യമാണ്. അയലത്തുള്ള വാസം മാത്രം പോരാ. വിവരസാങ്കേതിക വിദ്യകൾ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലിക സാഹചര്യത്തിൽ അയൽവാസികൾ തമ്മിലുള്ള ബന്ധം വെറും അയലത്ത് വസിക്കുന്നു എന്നതിൽ മാത്രം ഒതുങ്ങിപ്പോയോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും പരസ്പരം മിണ്ടിയും പറഞ്ഞും ഉണ്ടായിരുന്ന അയൽപക്ക ബന്ധങ്ങളെ വിള്ളലുകളോ പോറലുകളോ ഏൽക്കാതെ മര്യാദ രീതിയിൽ കൊണ്ടു നടക്കുന്ന വീട്ടുകാർ ഉള്ള സമൂഹം
ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. വിട്ടുവീഴ്ചകളും പൊരുത്തക്കേടും ഇല്ലാത്ത കഠിന ഹൃദയവുമായി വീടുകളിൽ എന്ന പോലെ മനസ്സുകൾക്കിടയിലും കോൺക്രീറ്റ് ഭിത്തികൾ പടുത്തുയർത്താൻ ആധുനിക മനുഷ്യർ മത്സരിക്കുമ്പോൾ നല്ല അയൽപക്ക ബന്ധത്തിന്റെ മഹിതമായ പാഠങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും പാടെ അന്യയായി എന്ന വസ്തുതയാണ് വ്യക്തമാക്കുന്നത്. വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും മതിൽക്കെട്ടിൽ വസിക്കേണ്ടവരല്ല നാം. ഇന്നും പരസ്പര ബാധ്യതകൾ ചെയ്തു തീർക്കുവാൻ ഒരുപാടുണ്ടെന്നുള്ള ഉത്തമ ബോധമുള്ള തലമുറകളാണ് ഇവിടെ വളർന്നു വരേണ്ടത്. മനസ്സിൽ പ്രതിബന്ധങ്ങളുടെയും പ്രാരാബ്ധങ്ങളുടെയും ഭാണ്ഡങ്ങൾ പേറി നടക്കുകയാണെങ്കിൽ പരസ്പരം കാണുമ്പോൾ പുഞ്ചിരി തൂകുന്ന വദനവുമായി അഭിമുഖീകരിക്കുക എന്നതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ ജീവിതത്തിന്റെ മുദ്ര. തന്റെ ചൈതന്യവും പരിശുദ്ധിയും ജീവിതത്തിന്റെ ഉടനീളം ദർശിക്കുവാനും സാധ്യമായിരുന്നു. പക്ഷേ ആ ഒരു സവിശേഷ ഗുണമാണ് നമ്മുടെ സമൂഹത്തിൽ തീരെ ഇല്ലാതെ പോയതും. പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ അയൽവാസി സമൂഹങ്ങൾക്കിടയിൽ തന്നെ ഒന്ന് കാണുമ്പോൾ പുഞ്ചിരിക്കുവാൻ പോലും മടിയും വീര്യവും കാണിക്കുന്ന അവസ്ഥ അത്യധികം ഖേദകരമാണ്. തന്റെ അയൽവാസിയുടെ വീട്ടിൽ മിണ്ടാപ്രാണികൾ ചെയ്തു കൂട്ടുന്ന ചെയ്തികൾ കാരണം ദേഷ്യവും പകയും വെച്ചു പുലർത്തുന്നവരും ഇന്ന് കുറവല്ല. അപ്പോഴാണ് വിട്ടുവീഴ്ചയുടെയും മാപ്പിന്റെയും പ്രവാചക അധ്യാപനങ്ങൾക്ക് പ്രാധാന്യമേറുന്നത്. ഇത് സംബന്ധമായി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ചരിത്രം ഏറെ പ്രസിദ്ധമാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേവിച്ച് പാകം ചെയ്ത റൊട്ടി അയൽവാസിയിലെ ആട് കൊണ്ടുപോയി. അത് ആ ആടിൽ നിന്നും പിടിച്ചെടുക്കുവാൻ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ആടിന് പിന്നാലെ പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയിഷ, അവശേഷിക്കുന്ന റൊട്ടി മതി. അതിന്റെ പേരിൽ നീ ആ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കരുത്. ഏറെ ചിന്താത്മകമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മറുപടിയാണ് നാം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടത്. അയൽപക്ക ബന്ധത്തിന്റെ മഹിതമായ പാഠങ്ങൾ പിഞ്ചുകുട്ടികളിലേക്കും നാം പകർന്നു നൽകേണ്ടതുണ്ട്. അയൽ വീടുകളിലെ കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോഴും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഒത്തൊരുമിക്കുമ്പോൾ ഇവിടെ അയൽപക്ക ബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെടുന്നു എന്നതാണ് വസ്തുത. അയൽവാസികൾ തമ്മിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതെ പൊടിപ്പും തൂവലും വെച്ച് അവയെ പെരുപ്പിച്ചുകൊണ്ട് അയൽപക്ക ബന്ധങ്ങൾക്ക് വിള്ളലേൽപ്പിക്കുന്നവരും ഇന്ന് കുറവല്ല. അയൽ വീട്ടിലെ സ്ത്രീയെ വ്യഭിചരിക്കുന്നത് 10 വീടുകളിൽ മോഷണം നടത്തുന്നതിനും തുല്യമാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ അയൽവാസിയുടെ മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചോതുന്നുണ്ട്. വഴിമുടക്കികളാകുന്ന അയൽവാസികൾ തന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കലും ഉപദ്രവിക്കലും ജീവിതത്തിലെ ഒരു ഹോബിയായി കൊണ്ടു നടക്കുന്നവർ ഇതിനായി തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഹോബിയാണ് വഴിമുടക്കുക എന്നത്. അത് വലിയ പാപമാണ് എന്ന് അറിഞ്ഞിട്ടും ഇത്തരം നീചവൃത്തികൾക്ക് മുന്നിട്ടിറങ്ങുന്ന മുസ്ലിം സഹോദരങ്ങൾ ഏറെയാണ്. വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ നീക്കൽ പോലും ദാനമാണെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ തന്നെയാണ് ഇതിന് മുന്നിട്ടിറങ്ങുന്നത്. അത്യധികം ഖേദകരമാണ്. അല്ലാഹുവും അവന്റെ റസൂലും മറ്റു പണ്ഡിത പ്രതിഭകളും ഇതിനെ വലിയ പാപമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. സ്വന്തം പറമ്പിലാണെങ്കിൽ പോലും അന്യന്റെ വീട്ടിലേക്കുള്ള വഴികൾ മുടക്കി അവനെ ബുദ്ധിമുട്ടിക്കൽ ഹറാമാണെന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, നടക്കുന്ന വഴികളിൽ മരം നടൽ മനുഷ്യരുടെ പൊതു ഉപകാരത്തിന് വേണ്ടിയാണെങ്കിലും ഹറാമ് തന്നെയാണ്. ഇപ്പിടങ്ങൾ നിർമ്മിക്കലും ഇപ്രകാരം തന്നെയാണ്. നിർമ്മിക്കുന്ന അവസ്ഥയിൽ ഉപദ്രവം ഒന്നും ഇല്ലെങ്കിലും എൻ്റെ വീടിന്റെ മുറ്റത്താണ് അത് നിർമ്മിക്കുന്നത് എങ്കിലും ഹറാമ് തന്നെയാണ്. ഫത്വൽ മൊഈനിൽ പറയുന്നു, ഉപകാരമുണ്ടെങ്കിൽ പോലും അത് സ്വന്തം പറമ്പിലാണെങ്കിലും അന്യന്റെ വഴിമുടക്കൽ ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ യാതൊരു ഫലവും ഇല്ലാതെ തന്നെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രം ഇത്തരം വഴിമുടക്കൽ കർമ്മങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നവരുടെ അവസ്ഥ വളരെ ഖേദകരം തന്നെയാണ്. സ്വന്തം ജീവിതത്തിൽ ഇത്തരം പീഡനങ്ങൾക്കിരയായാലുള്ള വേദനയും നൊമ്പരവും ഏറെ മനസ്സിലാക്കിയവനാണ് ഈ നീചവൃത്തികൾക്ക് മുന്നിട്ടിറങ്ങുന്നവൻ മനസ്സിലാക്കേണ്ടത്. ഈ പീഡനങ്ങൾക്ക് ഇരയായവർ യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെട്ടവരാണ്. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉടനടി ഉത്തരം നൽകുന്നതാണ്.
എന്നൊരു വസ്തുതയുമുണ്ട്. ഈ വഴിമുടക്കികളെ പോലെ തന്നെ പലരും ഒരു ഹോബിയാക്കി നടക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ അയൽവാസിയുടെ കല്യാണം മുടക്കുക എന്നതും. ഇത്തരക്കാരുടെ ചെയ്തികൾ ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. അയൽവാസികളെ ബുദ്ധിമുട്ടിച്ച് നടക്കുന്നവർക്ക് ദുനിയാവിലെ കഠിനമായ പരീക്ഷണങ്ങളെക്കാൾ ഉപരി ആഖിറത്തിലും ഒരുപാട് തീരാനഷ്ടങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന ബറാഅത്ത് രാവിൽ പോലും കോടാനക്കോടി മുസ്ലിങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമ്പോൾ അതിനൊന്നും ഭാഗ്യമില്ലാത്ത ഒരു വിഭാഗം ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നു. അതിലൊന്ന് പരസ്പരം വിദ്വേഷവും വൈരാഗ്യവുമായി നടക്കുന്ന അയൽവാസികളാണ്. ഒരിക്കൽ സമുറത്ത് ബിൻ ജുംദുബ് എന്നവരുടെ വീട്ടിലെ ഈന്തപ്പന മരത്തിന്റെ മട്ടൽ അയൽവാസിയായ അൻസാരി സ്വഹാബിയുടെ വീട്ടുമുറ്റത്തേക്ക് ചാഞ്ഞുപോയി. വഴിനടത്തത്തിനും മറ്റും തടസ്സമായി വന്നപ്പോൾ ആ അൻസാരി സ്വഹാബി അതിനെ മുറിച്ചു കളയുവാൻ ആവശ്യപ്പെട്ടു. അതിന് അദ്ദേഹം വിസമ്മതിച്ചപ്പോൾ അതിന് തനിക്ക് വിൽക്കുവാൻ ആവശ്യപ്പെട്ടു. അതിനും അദ്ദേഹം താൽപര്യക്കുറവ് കാണിച്ചപ്പോൾ പരാതിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികത്തേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേ പ്രകാരം തന്നെ അതിനെ മുറിച്ചു മാറ്റുവാനും അതിനെ അദ്ദേഹം വിസമ്മതിച്ചപ്പോൾ ആ മരം അൻസ്വാരി സഹാബിക്ക് വിൽക്കുവാൻ ആവശ്യപ്പെട്ടു. അതിനും അദ്ദേഹം തയ്യാറല്ല എന്ന് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസ്വാരി സ്വഹാബിയോട് പറഞ്ഞു, നിങ്ങൾ പോയി ആ മരം വെട്ടിമാറ്റിക്കൊള്ളുക. കാരണം നിങ്ങൾ ആക്രമിക്കപ്പെട്ടവനാണ്. ബുദ്ധിമുട്ടിക്കപ്പെടുന്ന അയൽവാസിയുടെ അവകാശങ്ങൾ വ്യക്തമാക്കുന്ന ഈ ചരിത്ര സംഭവങ്ങൾ ഇന്ന് ഏറെ പ്രസക്തമാണ്. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാട്ടിത്തന്ന രീതിയിലുള്ള മാതൃകാപരമായ അയൽവാസി സമൂഹത്തെ വാർത്തെടുക്കുവാൻ നാം പ്രതിബദ്ധരാവേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ നമ്മുടെ അയൽവാസികളെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവരോടുള്ള കടപ്പാടുകൾ നമ്മൾ ചെയ്യുകയും ചെയ്യുക. ഇതാണ് നിങ്ങളുമായി എനിക്ക് ഇന്ന് പങ്കുവെക്കുവാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.